ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് LDC അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ഒരുപോലെ പ്രയോജനപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. റോഡ് അപകടങ്ങളെ തുടർന്നുള്ള മരണങ്ങൾ കുറയ്ക്കാനായി ഇന്ത്യയിൽ ആദ്യമായി സഡക് സുരക്ഷാ ഫോഴ്സ് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് പഞ്ചാബാണ്. റോഡ് അപകടങ്ങളെ തുടർന്നുള്ള മരണങ്ങൾ കുറയ്ക്കാനായി ഇന്ത്യയിൽ ആദ്യമായി സഡക് സുരക്ഷാ ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനം ആണ് പഞ്ചാബ്. 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? ആനി ജോർജ് മാത്യു. ഏത് വിഭാഗത്തിന് വൈദ്യസഹായം ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സ്നേഹഹസ്തം? ഏത് വിഭാഗമാണ്? ഗോത്ര വിഭാഗങ്ങൾക്കുള്ള വൈദ്യസഹായം ഉറപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സ്നേഹഹസ്തം. ഇയർ ഓഫ് നേവൽ സിവിലിയൻസായി നാവികസേന പ്രഖ്യാപിച്ച വർഷമേത്? ഇയർ ഓഫ് നേവൽ സിവിലിയൻസായി നാവികസേന പ്രഖ്യാപിച്ച വർഷമേത്? 2024. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പട്ടിക നൽകുന്നു. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് 1, 2, 3 ആണ് ശരിയായ ജോഡി എന്ന് പറയുന്നത്. ഒന്നാമത്തേതാണ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ആരാണ്? ഫജൽലാൽ ശർമ്മയാണ്. രാജസ്ഥാൻ ആരാണ്? ഫജൽലാൽ ശർമ്മയാണ്. അതുപോലെ മധ്യപ്രദേശ് ആരാണ്? മോഹൻ യാദവാണ്. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ യാദവാണ്. ജാർഖണ്ഡ് ആരാണ്? ഹേമന്ത് സോറനാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി. അടുത്ത് 2023 ഏഷ്യ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? 2023 ഏഷ്യ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ഖത്തറാണ് 2023 ഏഷ്യ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. മലയാളിയായ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രിയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്? ഏതൊക്കെയാണ്? ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീര ഉൽപാദനം, ന്യൂനപക്ഷം. ഈ 4 വകുപ്പുകളുടെ ചുമതലയാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചന്ദ്രോപരിതലത്തിലെ പാറയും മണ്ണും ശേഖരിക്കൽ. ഇതാണ് ഉൾപ്പെടാത്ത 3 ലക്ഷ്യങ്ങൾ. പ്രധാനമായി ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അപ്പം ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ ലാൻഡിങ്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കൽ, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തൽ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് തുറക്കുന്നത് ഏത് പട്ടണത്തിലാണ്? കോഴിക്കോട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നവാഫ് സലാം ഏത് രാജ്യക്കാരനാണ്? ലെബനൻ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നവാഫ് സലാം ഏത് രാജ്യക്കാരനാണ്? ലെബനൻ. ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗുപ്തേശ്വർ വനമേഖല ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 2022-23 സ്വരാജ് പുരസ്കാരം 1ാം സ്ഥാനത്തെത്തിയ മുനിസിപ്പാലിറ്റി ഏതാണ്? ഗുരുവായൂർ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 2022-23 സ്വരാജ് പുരസ്കാരത്തിന് 1ാം സ്ഥാനത്തെത്തിയ മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ. 2024 അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിൻ്റെ ആതിഥ്യം വഹിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ഷില്ലോങ് ആണ് 2024 അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിൻ്റെ ആതിഥ്യം വഹിച്ച ഇന്ത്യൻ നഗരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് വ്യവസായ പ്രമുഖൻ്റെ ആത്മകഥയാണ് ഇനിയും നടക്കാം? ആരുടേതാണ്? VKC മമ്മദ് കോയയുടെ ആത്മകഥയാണ് ഇനിയും നടക്കാമെന്നുള്ളത്. പ്രോട്ടീൻ സമ്പുഷ്ടമായ
പുതിയ അരിയിനമായ മീറ്റ് റൈസ് വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ഏത് രാജ്യത്തെയാണ്? ദക്ഷിണ കൊറിയ. ജപ്പാൻ വിക്ഷേപിച്ച ലിഗ്നോസാറ്റ് ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്താണ് പ്രത്യേകത? തടിയിൽ നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് ലിഗ്നോസൈറ്റ്. ലിഗ്നോസൈറ്റ് അല്ല, ലിഗ്നോസാറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവന എഴുതാനാണ്. 1885 ഡിസംബർ 28 പൂനെയിലാണ് കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമ്മേളനം നടന്നത്. രൂപവൽക്കരണ സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തു. പ്രഥമ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ WC ബാനർജിയാണ്. കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമ്മേളനം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് A.O. ഹ്യൂം. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? 1885 ഡിസംബർ 28 പൂനെയിലാണ് കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമ്മേളനം നടന്നത്. മിതവാദി ദേശീയതയുടെ നേതാക്കളുടെ ഗണത്തിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉൾപ്പെടാത്തതാരാണ് നമുക്ക് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഉൾപ്പെടാത്തതാരാണ്? ലാല ലജ്പത് റോയാണ്. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ചി ഇവരൊക്കെ മിതവാദികളാണ്. ദേശീയ പ്രസ്ഥാനത്തിലെ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിതവാദ ദേശീയതയുടെ കാലഘട്ടം. മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത് ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകും ആനി ബെസന്റുമാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? 2ാമത്തെ വട്ടമേശ സമ്മേളനം. ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും ഒടുവിലത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഉണ്ടായിരുന്നതും പിന്നീട് ഇല്ലാതായതുമായ പ്രധാന പദവി ഏതാണ്? ഗവർണർ ജനറൽ. സ്വതന്ത്രാനന്തര ഭാരതം സാക്ഷ്യം വഹിച്ച ചില പ്രധാന സംഭവങ്ങൾ, വർഷങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ പ്രകാരം നാം നോക്കുമ്പോൾ ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ? 1, 2, 3 ആണ് ശരിയായ ജോഡികൾ എന്ന് പറയുന്നത്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 മാർച്ചിലാണ് നിലവിൽ വന്നത്. UGC സ്ഥാപിച്ചത് എപ്പോഴാണ്? 1956 നവംബറിലാണ് സ്ഥാപിച്ചത്. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ്? 1951 ആരംഭിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യത്തു നിന്നാണ്? റഷ്യയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ ചോദ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.